ഹലോ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ജനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന് മുമ്പ് ഓൾറെഡി 6 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, മെൻഡലിൻ്റെ ലോസ് ആണ് ഒരു ജനറ്റിക്സിന് അടിത്തറയിട്ടത്. ഫൗണ്ടേഷൻ കുറിച്ചത് മെൻഡലിൻ്റെ ലോസ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ജീവികളിലെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ സ്വഭാവത്തിലെ ഡൈവേഴ്സിറ്റി വൈവിധ്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലേറ്റസ്റ്റ് സ്റ്റഡീസ് അബൌട്ട് ദ കോംപ്ലക്സ് ഇൻറ്ററേക്ഷൻ അമംഗ് ജീൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിവീൽഡ് സം ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് മെൻഡൽസ് ലോ. പിന്നീട് വന്ന പഠനങ്ങൾ മെൻഡലിൻ്റെ ചില ലിമിറ്റേഷൻസ് ചൂണ്ടിക്കാട്ടി. ദിസ് ഗേവ് റൈസ് ടു ദി കൺസെപ്റ്റ് ഓഫ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇതാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടത്. ഓക്കെ, അപ്പോൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ എന്തൊക്കെ വരുന്നു എന്നാണ് നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ 4 o'clock പ്ലാന്റ് ഫ്ലവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ 2 നിറത്തിലുള്ള ഫ്ലവേഴ്സ് മാത്രമല്ല കാണുക, കുറച്ചധികം കളറ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പശുവിൻ്റെയും കുതിരയുടെ ഒക്കെ സ്കിൻ കളർ നോക്കിയാൽ അതിലൊറ്റ കളറിൽ മാത്രമല്ല കാണാം, മിക്സഡ് ആയിട്ട് 2-3 കളേഴ്സൊക്കെ കാണാറുണ്ട്. അതുപോലെ മനുഷ്യനിലെ ബ്ലഡ് ഗ്രൂപ്പ്, ഒരു ബ്ലഡ് ഗ്രൂപ്പോ 2 ബ്ലഡ് ഗ്രൂപ്പോ മാത്രമല്ല, ARA ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ സ്കിൻ കളർ, ഒരുപാട് വെറൈറ്റി സ്കിൻ കളർ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊക്കെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മെൻഡലിൻ്റെ തിയറീസ് വഴി നമുക്ക് സാധിക്കില്ല. ഇതെല്ലാം ചേർത്തിട്ടാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. മെൻഡൽസ് ലോസ് വേർ ദ ഫൗണ്ടേഷൻ ഓഫ് ജനറ്റിക്സ്. നമുക്കറിയാം അല്ലേ, മെൻഡലിൻ്റെ ലോ ആണ് ജനറ്റിക്സിന് അടിത്തറ കുറിച്ചത്. ഹൗവർ ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് ട്രേസ് ഒബ്സർവ്ഡ് ഇൻ ഓർഗാനിസംസ്. ജീവികളിൽ കാണുന്ന വൈവിധ്യത്തെ പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? മെൻഡലിന് കഴിഞ്ഞില്ല. ലേറ്റസ്റ്റ് സ്റ്റഡീസ് അബൌട്ട് ദ കോംപ്ലക്സ് ഇൻറ്ററേക്ഷൻ അമംഗ് ജീൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിവീൽഡ് സം ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് മെൻഡൽസ് ലോ. ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഏതൊക്കെ ഫീൽഡിൽ? ജീൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിവീൽഡ് സം ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലിൻ്റെ ലോൻ്റെ ചില ലിമിറ്റേഷൻസ് ആണ് റിവീൽ ചെയ്തത്. ദിസ് ഗേവ് റൈസ് ടു ദി കൺസെപ്റ്റ് ഓഫ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇതാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റിന് അല്ലെങ്കിൽ ആശയത്തിന് തുടക്കമിട്ടത്. ഓക്കെ, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 ഇൻഹെറിറ്റൻസ് ആണ്. ഫസ്റ്റത്തേതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, സെക്കൻഡ് വൺ കോ ഡോമിനൻസ്, തേർഡ് വൺ മൾട്ടിപ്പിൾ അലീലിസം, ഫോർത്ത് വൺ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, സെക്കൻഡ് വൺ കോ ഡോമിനൻസ്, തേർഡ് വൺ മൾട്ടിപ്പിൾ അലീലിസം, ഫോർത്ത് വൺ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണ് മിറാബിലിസ് ജാലപ്പ അല്ലെങ്കിൽ 4 o'clock പ്ലാന്റിൽ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ കളറ്. ഓക്കെ, അതിന് പിന്നിലെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും തമ്മിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തി. അപ്പോൾ ഓസ്പ്രിങ്സ് കിട്ടിയത് നമുക്ക് പിങ്ക് ഫ്ലവർ ആയിരുന്നു. അതായത് റെഡും വൈറ്റും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ, അതായത് റെഡ് പാരൻറ്റും വൈറ്റ് പാരൻറ്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ 2 പാരൻറ്റിൽ ഇല്ലാത്ത ഒരു കളർ പിങ്ക് പാരൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇതിന് കാരണം എ ഡോമിനൻ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദി റിസസീവ് ട്രേറ്റ്. അതായത് നമുക്കറിയാം മെൻഡൽ പറഞ്ഞത് എന്താണ്, എപ്പോഴും ഒരു ഡോമിനൻ്റ് അലീൽ റിസസീവ് അലീലിൻ്റെ ട്രേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് മറച്ചിരിക്കുമെന്നാണ്, ഹൈഡ് ചെയ്തിരിക്കുമെന്നാണ് മെൻഡൽ പറഞ്ഞിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഡോമിനൻ്റ് അലീലിന്, അതായത് റെഡ് ഫ്ലവറിൻ്റെ ഡോമിനൻ്റ് അലീലിന് വൈറ്റ് ഫ്ലവറിൻ്റെ റിസീസീവ് അലീലിനെ ഫുള്ളായിട്ടും ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പാർഷ്യലായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അത് കാണുന്നത് 4 o'clock പ്ലാന്റിലാണ്. അതിൻ്റെ റീസൺ എ ഡോമിനൻ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദി റിസീസീവ് ട്രൈറ്റ്. ഡോമിനൻ്റ് അലീലിന് റിസീസീവ് അലീലിനെ ഫുള്ളായിട്ടും ഡോമിനേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. സെക്കൻഡ് വൺ ആണ് കോ ഡോമിനൻസ്. അത് എക്സാമ്പിൾ റോൺ കോട്ട് പാറ്റേൺ ആണ്. ഈ കൗവിലും ഹോഴ്സിലൊക്കെ കാണുന്ന റോൺ കോട്ട് പാറ്റേൺ, അതിൻ്റെ സ്കിന്നിൽ കാണുന്ന പാറ്റേൺ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദി സെയിം ടൈം. 2 അലീൽസും, ഈ 2 കളറും വൈറ്റും ബ്രൗണും കളറ് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാണ്, അതിൻ്റെ ട്രേറ്റ് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാണ്. അതിനെ നമ്മൾ കോ ഡോമിനൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, കോ ഡോമിനൻസിന് എക്സാമ്പിളാണ് റോൺ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഇൻ ഹോഴ്സ് ആൻഡ് കാറ്റിൽസ്. അതിൻ്റെ റീസൺ ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദി സെയിം ടൈം. 2 കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അലീൽസും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നതാണ്. തേർഡ് വൺ ആണ് മൾട്ടിപ്പിൾ അലീലിസം. അതിൻ്റെ റീസൺ അത് കാണുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സിലാണ്. ഹ്യൂമൻ ബീങ്സിലെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്നാണ് പറയുക. ഈ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന 2 അലീൽ മാത്രമല്ല ഉള്ളത്, 3 അലീൽസ് ഉണ്ട്. IA, IB ആൻഡ് I. ഈ 3 അലീൽസാണ് ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. നമ്മുടെ മെൻ്റലാണെങ്കിൽ 2 അലീലിൻ്റെ കാര്യം മാത്രമേ മെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2ൽ കൂടുതൽ അലീലിസാണ് ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയണം. ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. അത് കാണുന്നത് നമ്മുടെ സ്കിൻ കളറിലാണ്. മനുഷ്യൻ്റെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്കിൻ കളറിൽ കാണുന്ന വേരിയേഷനാണ്. മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ കളർ ഓഫ് സ്കിൻ. നമ്മുടെ സ്കിൻ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് മോർ ദെൻ 1 കളറാണ്, 1 ജീനാണ്. ദ ആക്ഷൻ ഓഫ് ദീസ് ജീൻസ് കോസസ് വേരിയേഷൻ ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ദാറ്റ് കോസ് ഡിഫറൻസ് ഇൻ സ്കിൻ കളർ. നമ്മുടെ സ്കിൻ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പിഗ്മെൻ്റാണ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്. അപ്പോൾ ഈ ജീൻസിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ആ മെലാനിൻ പ്രൊഡക്ഷനിലും വേരിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇൻ എക്സാമ്പിൾ എന്താണ്? ഡിഫറൻസ് ഇൻ സ്കിൻ കളർ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൻ കളറാണ് എക്സാമ്പിൾ. അതിന് കാരണം സ്കിൻ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അത് ജീൻസ് എന്താണ്? 1ൽ കൂടുതലുണ്ട്. അപ്പോൾ ആ ജീൻസിൻ്റെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ ജീൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് മെലാനിൻ പ്രൊഡക്ഷനിലും വേരിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ്. ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അത് 4 o'clock പ്ലാന്റിലെ എക്സാമ്പിൾ പറയാം. സെക്കൻഡ് വൺ കോ ഡോമിനൻസ്, അത് റോൺ കോട്ട് പാറ്റേൺ നമ്മുടെ കവിലും ഹോസിലും കാണുന്നത്. തേർഡ് വൺ മൾട്ടിപ്പിൾ അലീലിസം, ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഫോർത്ത് വൺ പോളിജനിക് ഇൻഹെറിറ്റൻസ്, ഡിഫറൻസ് ഇൻ സ്കിൻ കളർ. ഓക്കെ, കണ്ടു, ഇതാണ് എക്സാമ്പിൾ. മിറാബിലിസ് ജാലപ്പയിൽ ഇതുപോലെയാണ് കാണുന്നത്. റെഡ് ഫ്ലവറിനെ വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് ഫ്ലവറാണ് നമുക്ക് F1 ജനറേഷനിൽ കിട്ടുന്നത്. അതായത് പിങ്ക് എന്താണ്? 2 പാരൻറ്റിലും പിങ്ക് ഇല്ല, പക്ഷേ 2 പാരൻറ്റിലും കാണാത്തൊരു കളറാണ് F1 നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഡോമിനൻ്റ് അലീൽ റിസീസീവ് അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ പശുവിൽ കാണുന്ന റോൺ കോട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. വൈറ്റ് പശുവും റെഡ് പശുവും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ 2 മിക്സ് ആയിട്ട കളറിൽ ഒരു പശുവിൻ്റെ സ്കിന്നാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. 2 അലീലും 2 ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അലീലും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ കേസിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ 2 നമ്മൾ പഠിച്ചത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിൾ 4 o'clock പ്ലാന്റും, കോ ഡോമിനൻസ് എക്സാമ്പിൾ റോൺ കോട്ട് പാറ്റേൺ നമ്മുടെ കാറ്റിലും ഹോസിലൊക്കെ കാണുന്ന റോൺ കോട്ട് പാറ്റേൺ. ഇപ്പോൾ ഓസ്പ്രിങ്സ് ഉണ്ടായി, ഒരു ഓർഗാനിസത്തിന് കുറച്ച് ഓസ്പ്രിങ്സ് ഉണ്ടായി. ആ ഓസ്പ്രിങ്സിൻ്റെ എല്ലാ ക്യാരക്ടറും ഒരുപോലെ ഇരിക്കുമോ? ആ ഓസ്പ്രിങ്സിൻ്റെ ക്യാരക്ടറൊക്കെ പാരൻസിനെ പോലെ തന്നെ ഇരിക്കുമോ? ഇല്ല അല്ലേ, അതിന് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും അല്ലേ. ഈ ഡൈവേഴ്സിറ്റിക്ക് ബിഹൈൻഡായിട്ട് 2 ജനറ്റിക് പ്രോസസ്സാണ് ഉള്ളത്. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റിക്ക് കാരണം 2 ജനറ്റിക് പ്രോസസ്സാണ്. നമുക്കിനി അതാണ് പഠിക്കാനുള്ളത്. പാരൻസിൽ നിന്നും വ്യത്യാസമുള്ള ക്യാരക്ടർ ഓസ്പ്രിങ്സിൽ കാണാറുണ്ട്. അതിന് കാരണം 2 ജനറ്റിക് പ്രോസസ്സാണ്. ആ ജനറ്റിക് പ്രോസസ്സ് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ജനറ്റിക് പ്രോസസ്സസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻ എന്നാണ് നമ്മുടെ ഹെഡിങ്. അതിൻ്റെ അണ്ടറിൽ 2 എണ്ണമാണ് വരുന്നത്. ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ. അതായത് ഓർഗാനിസത്തിൽ ജനറ്റിക് വേരിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷനാണ്. ഫസ്റ്റ് വണ്ണാണ് ക്രോസിംഗ് ഓവർ. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് സെൽ ഡിവിഷനാണ് നടക്കുന്നത്. മൈറ്റോസിസ് നടക്കുന്നുണ്ട്, മിയോസിസ് നടക്കുന്നുണ്ട്. മിയോസിസ് നടക്കുന്നത് ഗാമറ്റ് ഫോർമേഷൻ്റെ സമയത്താണ്, റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. അപ്പോൾ ഈ മിയോസിസിൻ്റെ ഏർലി സ്റ്റേജിലാണ്, ഫസ്റ്റ് ഫേസിലാണ് ഇത് നടക്കുന്നത്, ക്രോസിംഗ് ഓവർ നടക്കുന്നത്. മിയോസിസിൻ്റെ ഫസ്റ്റ് ഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ ക്രോസിംഗ് ഓവർ പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഹോമലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നു, ജോഡി ചേരുന്നു. അതായത് എന്താണ് ഹോമലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പെയർ ക്രോമസോമിലും ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും വന്നതാണ് അല്ലേ. ആ പെയർ ഓഫ് ക്രോമസോംസ് ആ ക്രോമസോംസ് പെയർ ചെയ്യുന്നു. ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദി പെയർഡ് ക്രോമസോം ഈസ് കോൾഡ് കയാസ്മ. ഈ 2 ക്രോമസോമും തമ്മിൽ പെയർ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? കയാസ്മ എന്ന് വിളിക്കുക. ദ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ. ഈ ക്രോമാറ്റിഡ്സ് കയാസ്മ റീജിയൻ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സ്ചേഞ്ച് ചെയ്ത ക്രോമസോംസ് എന്താണ്? റീകോമ്പിനേഷന് കാരണമാവും. അലീൽസിൻ്റെ റീകോമ്പിനേഷന് കാരണമാവും. ഈ റീകോമ്പിനേഷൻ എന്തിന് കാരണമാവും? അപ്പിയറൻസ് ഓഫ് ന്യൂട്രൈറ്റ്സ് ഇൻ ദി ഓസ്പ്രിങ്സ്. അതായത് ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ഈ ക്രോമാറ്റിഡിൻ്റെ ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോമസോമുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ആ അലീലിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതെന്തിന് കാരണമാകുന്നു? റീകോമ്പിനേഷന് കാരണമാകുന്നു. ഈ റീകോമ്പിനേഷൻ ഓസ്പ്രിങ്സിൽ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു.
അപ്പോൾ മനസ്സിലായല്ലോ എവിടെയാണ് ഏത് ഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്? ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസിലാണ്. പ്രോസസ് ഓഫ് ക്രോസിംഗ് ഓവർ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പേജിൽ കാണുന്ന 2 ബോക്സും എഴുതേണ്ടതുണ്ട്. റോൾ ഓഫ് ക്രോസിംഗ് ഓവർ ഇൻ ദി ഫോർമേഷൻ ഓഫ് വാരിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദിസ് എക്സ്ചേഞ്ച് കോസസ് എ റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. ദിസ് ലീഡ്സ് ടു ദി അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രേറ്റ്സ് ഇൻ ദി ഓസ്പ്രിങ്സ്. അത്രയും പറയണം. നെക്സ്റ്റാണ് നമ്മുടെ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ചേഞ്ചിനെയാണ്, ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. മ്യൂട്ടേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ മ്യൂട്ടേഷൻ ഇസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഇനി ഈ മ്യൂട്ടേഷൻ ഉണ്ടാവാനായിട്ട് 2-3 റീസൺ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ ആണ് എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും എററുകൾ എന്തിന് കാരണമാവാം? മ്യൂട്ടേഷന് കാരണമാവാം. എക്സ്പോഷർ ടു സർട്ടൻ കെമിക്കൽസ്, എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള എക്സ്പോഷർ എന്തിന് കാരണമാവാം? മ്യൂട്ടേഷന് കാരണമാവാം. തേർഡ് വൺ റേഡിയേഷൻസും എന്തിന് കാരണമാവാറുണ്ട്? മ്യൂട്ടേഷന് കാരണം ആവാറുണ്ട്. ഈ മ്യൂട്ടേഷനൊക്കെ എന്താണ്? അടുത്തൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ഇതുപോലെ ഈ മ്യൂട്ടേഷൻസ് വാരിയേഷൻസിന് കാരണമാകുന്നു. ഈ വാരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഒരു ഓർഗാനിസത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കാലക്രമേണ അതൊരു പുതിയ ജീവി വർഗമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദി പ്രോസസ് ഓഫ് ഇവല്യൂഷൻ. മ്യൂട്ടേഷൻ ഇവല്യൂഷൻ്റെ പ്രോസസ്സിൽ ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയൊരു മ്യൂട്ടേഷൻ നടന്നുകൊണ്ട് ഒരു പുതിയ ജീവിയായിട്ട് മാറുന്നില്ല. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കുറേ മ്യൂട്ടേഷൻ നടന്ന് കുറേ വാരിയേഷൻ ഉണ്ടായി അതൊരു പുതിയ ജീവി വർഗമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട്. ഇനി ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മതി. വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക്